കോവിഡ് മഹാമാരി, നിപ്പ, പ്രളയം എന്നിങ്ങനെ കേരളം അടുത്ത കാലത്ത് അനുഭവിച്ച ദുരന്തങ്ങൾ ഒരു തരത്തിൽ പ്രയോജനം ചെയ്തു. അത് സമൂഹത്തെ തൽക്കാലത്തേക്കെങ്കിലും ഒന്നിപ്പിക്കാൻ നിമിത്തമായി. കൗമാരക്കലി എന്നൊരു മഹാമാരിക്ക് മുൻപിൽ കേരളം ഒരിക്കൽ കൂടി ഒരേ മനസ്സ് പ്രകടിപ്പിക്കുന്നു. നിയമസഭയിൽ കൈകോർത്ത് ഭരണ പ്രതിപക്ഷങ്ങൾ. ഇതിന് സാഹചര്യമൊരുക്കിയത് സമൂഹത്തിൽ പടർന്ന ആക്രമണോത്സുകത തന്നെ. വിദ്യാർത്ഥികളിൽ ഹിംസ പടരുന്നു, കുടുംബങ്ങളിൽ അക്രമം വളരുന്നു. എന്താണ് പറ്റിയത്? എങ്ങനെ അക്രമ മനസ്സ് ഇത്ര പെട്ടെന്ന്, ഇത്ര മാരകമായി വളരുന്നു? പുസ്തകത്തിന് പകരം നഞ്ചക്ക് എങ്ങനെ കുട്ടികളിൽ എത്തുന്നു? റീലുകൾ, സമൂഹ മാധ്യമങ്ങൾ, കുടുംബ ശൈഥില്യം, തിരിച്ചറിയാത്ത പല പല പ്രേരണകൾ. വീട്ടിൽ, റോട്ടിൽ, സ്കൂളിൽ, ആഘോഷപ്പുരയിൽ എങ്ങും സമനില തെറ്റിയ മനസ്സുകൾ. അവർ ചിന്തിക്കുന്നത് എങ്ങനെ കൊല്ലാമെന്നാണ്. കാരണം എന്തായാലും മതി. പല പല വിശദീകരണം. പണമില്ലാത്തതിനാലാണോ അതോ വേറെ കാരണമോ? ധൂർത്തും ആഡംബരവും? അത് അന്വേഷിച്ചറിയേണ്ടതാണ്. ഓരോ സംഭവത്തിലും വ്യത്യസ്തമാകാം. സിനിമയും രാഷ്ട്രീയവും ഹിംസയ്ക്ക് പ്രചോദനമാകുന്നുണ്ട്. കൂട്ടത്തിൽ ലഹരി ഒരു കാരണം തന്നെയാണ്. അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ എന്തായാലും. ലഹരിക്ക് വിലങ്ങിടണം, ലഹരിക്കെതിരെ ഒരുമിച്ച് പൊരുതണം, പരിഹാരത്തിന് കർമ്മ പദ്ധതി വരുന്നു, നല്ലത്. പക്ഷെ മദ്യം ലഹരിയിൽ പെടില്ലേ? ബെവ്കോയെ സർക്കാർ ലാഭത്തിലാക്കും എന്ന് പറഞ്ഞാൽ ആളുകളെ ലഹരിക്കടിപ്പെടുത്തും എന്നല്ലേ അർത്ഥം? ചുരുക്കത്തിൽ, ഒരു ഡോസ് കുത്തിവെപ്പ് കൊണ്ട് മാറുന്നതല്ല ഈ മഹാമാരി. അതിന് നമ്മുടെ സമ്പദ് രംഗവും കലയും രാഷ്ട്രീയവും സാമൂഹിക ബന്ധങ്ങളും പൊളിച്ചെഴുതേണ്ടി വരും. ഇപ്പോൾ കാണുന്ന ഒരുമ അക്കാര്യത്തിലും ഉണ്ടാകട്ടെ.